Hi all, and next we are going to continue the topic types of risk. കഴിഞ്ഞ വീഡിയോയിൽ ടൈപ്സ് ഓഫ് റിസ്ക് പറഞ്ഞിരുന്നു, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക്കും അതിൻ്റെ ടൈപ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, സിസ്റ്റമാറ്റിക് റിസ്ക് അതിൻ്റെ ടൈപ്സ് 3 സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് പർച്ചേസിങ് പവർ റിസ്ക്. ഇങ്ങനെ 3 രീതിയിലാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോക്കാം എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ്. വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു എ കമ്പനി. ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പുറമേ ബാധിക്കുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് അഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണെന്ത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് എക്സ്റ്റേണൽ ടു എ കമ്പനി. കമ്പനിക്ക് എക്സ്റ്റേണൽ ആണ്, പുറത്താണ്. ദീസ് ഫാക്ടേഴ്സ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് സൈമിൾട്ടേനിയസ്ലി. ഒരു കമ്പനീനെ അല്ല അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ മാത്രം ബാധിക്കുന്ന റിസ്ക് അല്ല എന്ത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന്. ഇറ്റ് അഫക്റ്റ് ദ എൻറ്റയർ ലാർജ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് സൈമിൾട്ടേനിയസ്. ഒരേപോലെ ഒന്നിലധികം അല്ലെങ്കിൽ എത്ര ഷെയർ ഉണ്ടോ അതിനെല്ലാം ഒരേപോലെ സൈമിൾട്ടേനിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന റിസ്ക് ആണെന്ത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. The impact of economic, political and social changes in system wide and that portion of that variability in security returns caused by such a system wide factors is referred to as systematic risk. എന്താണ് ഒരു എക്കണോമിക്കലോ പൊളിറ്റിക്കലോ സോഷ്യലോ ആയ, അതായത് എക്കണോമിക്കലോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യലോ ആയ ചേഞ്ചസ് ഒരു എൻ്റയർ സെക്യൂരിറ്റിൻ്റെ പ്രൈസിനെ എഫക്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്താൽ അതേപോലെയുള്ള റിസ്കുകളെയാണെന്ത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയാം, എക്കണോമിക് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അഡ്വേഴ്സ്ലി എഫക്റ്റ് ഓൾ ഇൻഡസ്ട്രീസ് ആൻഡ് കമ്പനി. ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന എക്കണോമിയിലെ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കലായ ഇൻസ്റ്റെബിലിറ്റി കാരണങ്ങൾ ആ കമ്പനീനെ മാത്രമല്ല ആ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന അവിടുത്തെ എല്ലാ സെക്യൂരിറ്റീനെയും ബാധിക്കുന്ന കാര്യമാണ്. സോ പൊളിറ്റിക്കലായ ചേഞ്ചസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരു എൻ്റയർ സെക്യൂരിറ്റിനെ സൈമിൾട്ടേനിയസ്ലി എഫക്റ്റ് ചെയ്യുന്ന ഏതൊരു റിസ്ക് ഫാക്ടറിനെയും നമുക്ക് എന്തായിട്ട് വിളിക്കാം സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് സബ് ഡിവൈഡഡ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, പർച്ചേസിങ് പവർ റിസ്ക്. ഇങ്ങനെ 3 രീതിയിൽ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. The interest rate risk is a type of systematic risk that affect the debt securities like bond and debentures. ബോണ്ടിനെയും ഡിബഞ്ചേഴ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ആണെന്ത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്? The changes in market interest rate relative to the coupon rate of a bond causes changes in its market price. മാർക്കറ്റ് ഇൻട്രസ്റ്റിലെ ചേഞ്ചസ് ഒരു ബോണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെയോ മാർക്കറ്റ് പ്രൈസിനെ ബാധിച്ചാൽ അങ്ങനെയുള്ള റിസ്കുകളെയാണ് എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഓർത്ത് എന്തുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ബോണ്ടിനെയും ഡിബഞ്ചറിനെയും ആണ് ബാധിക്കുന്നതെന്ന് പറയാൻ കാരണം ഡിബഞ്ചർ ആയാലും ബോണ്ടായാലും അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. അതെ, ഡിബഞ്ചർ നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഇപ്പം 6% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഡിബഞ്ചറാണെന്ന് അസ്യൂം ചെയ്യാം. എന്നാൽ മാർക്കറ്റിൽ പല ഇൻട്രസ്റ്റ് റേറ്റും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റിലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 6%ഉം അതേപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെങ്കിൽ എന്താണ് രണ്ടിൻ്റെയും പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഡിബഞ്ചർ വാങ്ങുന്നവരും അതേപോലെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുടെ ഈക്വലായിട്ടൊരു പ്രിഫറൻസ് ആയിരിക്കും അവർ കാണുക. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് മാറില്ല. ഡിബഞ്ചർ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് 6% ആണെന്ന് ഫിക്സ് ചെയ്താൽ അത് എപ്പോഴും എന്താണ് 6% തന്നെയായിരിക്കും. എന്നാൽ മാർക്കറ്റിലുണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 8% ആയെന്ന് അസ്യൂം ചെയ്യുക. അതായത് 6 ആണ് ഉണ്ടായിരുന്നത്, ആ 6ൽ നിന്ന് 8% ആയെന്ന് വയ്ക്കാം. ഇപ്പോൾ ഡിബഞ്ചർ വാങ്ങുന്നവരുടെ എണ്ണം എങ്ങനെ ആയിരിക്കും?
ഡിബഞ്ചർ വാങ്ങാൻ എന്താ ആളുകളുണ്ടാവില്ല. കാരണം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപയെ കിട്ടുള്ളൂ? 6% കിട്ടുള്ളൂ. എന്നാൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് 8% മാറി. സോ മാർക്കറ്റിലെ മാറ്റത്തിനനുസരിച്ച് ഡിബഞ്ചറിൻ്റെ പ്രൈസിന് മാറ്റം വരും. ഒബ്വിയസ്ലി എന്താണ്, ഡിബഞ്ചറിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. ഡിബഞ്ചർ വാങ്ങാൻ ആരും ഉണ്ടാവില്ല, അതിൻ്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് താഴോട്ട് പോകും. എന്നാൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് 6-ൽ നിന്ന് ഒരു 5% കുറഞ്ഞെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഡിബഞ്ചറിൻ്റെ ഡിമാൻഡ് കൂടും. സോ ഡിബഞ്ചറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഇഫക്റ്റ്, ഈ ഒരു മാറ്റമാണെന്ത്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോക്കാം. ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റീവ് ടു ദ കൂപ്പൺ റേറ്റ് ഓഫ് എ ബോണ്ട് കോസസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസ് കൂപ്പൺ റേറ്റിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആ മാറ്റം എവിടെ അഫക്റ്റ് ചെയ്യും? ഒരു ഡിബഞ്ചറിൻ്റെയോ ബോണ്ടിൻ്റെയോ മാർക്കറ്റ് പ്രൈസിൽ മാറ്റം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ്, ഡിബഞ്ചറിൻ്റെ പ്രൈസിന് മാറ്റം ഉണ്ടാക്കുന്നു. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻവേഴ്സ് ആയിട്ടായിരിക്കും എന്ത്, മാർക്കറ്റ് പ്രൈസ്, ബോണ്ടിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ മാർക്കറ്റ് പ്രൈസ് നിലനിൽക്കുക ഇൻവേഴ്സായിട്ട്. അതായത് നോക്കുക, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരുന്നാൽ ബോണ്ടിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ മാർക്കറ്റ് പ്രൈസ് എന്തായി മാറും? കുറഞ്ഞു വരും. കാരണം അതിന് ഡിമാൻഡ് ഇല്ലാണ്ട് അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. സോ ഇൻവേഴ്സ് റിലേഷൻ. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ഡിബഞ്ചറിൻ്റെ പ്രൈസ്, മാർക്കറ്റിലെ ഡിബഞ്ചറിൻ്റെ പ്രൈസ് എന്താണ്, കൂടി വരാൻ കാര്യം. സോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ത്, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ടും അതേപോലെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ളത്. This variation in bond prices caused due to the variations in interest rate is known as interest rate risk. എന്താണ്? ബോണ്ട് പ്രൈസ്, ദ വേരിയേഷൻ ഇൻ ബോണ്ട് പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ദ വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ബോണ്ട് പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് റിസ്ക് ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. The interest rate risk is a systematic risk which affect bond directly and shares indirectly. ബോണ്ടിനെ എന്താണ് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും, ഷെയർസിനെ എന്താണ് ഒരു പരിധി വരെ ഇൻഡയറക്റ്റായിട്ടും അഫക്റ്റ് ചെയ്യും. ഷെയറിൽ പോലും എന്താണ് ഡിമാൻഡ് കുറയാൻ കാരണമാവും. ദ നെക്സ്റ്റ് റിസ്ക് ആണ് മാർക്കറ്റ് റിസ്ക്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ദാറ്റ് അഫക്റ്റ് ഷെയർസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ് എന്ത്, മാർക്കറ്റ് റിസ്ക് എന്ന് പറയും. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ മൂവ് അപ്പ് ഓർ ഡൗൺ. മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന പ്രോസസ്സ് കൊണ്ട് അതിൻ്റെ പ്രൈസ് അപ്വേർഡ് ട്രെൻഡോ ഡൗൺവേർഡ് ട്രെൻഡോ ഒക്കെ കാണിക്കാം. ദ റൈസ് ഇൻ ഷെയർ പ്രൈസ് ഈസ് റെഫേർഡ് ടു ആസ് ബുള്ളിഷ് ട്രെൻഡ് ആൻഡ് ഫാൾ ഇൻ ഷെയർ പ്രൈസ് ഈസ് റെഫേർഡ് ടു ആസ് ബിയറിഷ് ട്രെൻഡ്. ഷെയറിൻ്റെ പ്രൈസ് കൂടിക്കൂടി വരികയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്നു മാർക്കറ്റിൽ. എന്നാൽ ഷെയറിൻ്റെ പ്രൈസ് എന്താണ്, കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്, ഒരു ബിയറിഷ് ട്രെൻഡുമാണ് മാർക്കറ്റിൽ അത് ഇഫക്റ്റ് ചെയ്യുന്നത്. ദിസ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ഷെയർ മാർക്കറ്റ് ഫോളോ ദ എക്സ്പാൻഷൻ ആൻഡ് ദ റിസഷൻ ഫേസസ് ഇൻ എക്കണോമി. ഈ മാറ്റമാണെന്ത്, ഒരു എക്കണോമിയിൽ റിസഷനാണോ അല്ലെങ്കിൽ എക്കണോമിയിലെ എക്സ്പാൻഷനാണോ ഉണ്ടാവുന്നതെന്ന് വ്യക്തമാക്കുന്നത്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് സീൻസ് ടു ബി വൊളറ്റൈൽ. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും എന്താണ്, വൊളറ്റൈലാണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ദിസ് വൊളാറ്റിലിറ്റി ലീഡ്സ് ടു വേരിയേഷൻ ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഷെയർസ്. ഈ മാർക്കറ്റിലെ ഡിമാൻഡിനും സപ്ലൈസിനും അനുസരിച്ച് മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടും, അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് ഒരു ബുള്ളിഷ് ട്രെൻഡോ അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡോ ആയിരിക്കും കാണിക്കുക. ഒബ്വിയസ്ലി എന്താണ്, ഷെയറിൻ്റെ വൊളാറ്റിലിറ്റി ലീഡ്സ് ടു വേരിയേഷൻ ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഷെയർസ്. നോക്കുക, ദിസ് വൊളാറ്റിലിറ്റി ലീഡ്സ് ടു വേരിയേഷൻസ് ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഷെയർസ്. അത് മാർക്കറ്റിലുണ്ടാകുന്ന വൊളാറ്റിലിറ്റി, അതായത് മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു. അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു,
ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യുന്നു. ഒബ്വിയസ്ലി എന്താണ്, ബുള്ളിഷ് ട്രെൻഡ് ആണ് എങ്കിൽ ഹൈ റിട്ടേൺ ആർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ ബിയറിഷ് ട്രെൻഡ് ആണെങ്കിൽ ലോ റിട്ടേൺ ആയിരിക്കും എന്താ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ട്രെൻഡ് മാർക്കറ്റിലുണ്ടാകുന്ന ഈ ട്രെൻഡിനനുസരിച്ച് ബൈയിങ്ങും സെല്ലിങ്ങിനനുസരിച്ച് മാർക്കറ്റിലൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ട്രെൻഡിനനുസരിച്ച് ഓരോ ഇൻവെസ്റ്ററും അവരുടെ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാറിക്കൊണ്ട് ഇരിക്കും. ഈ ഒരു വേരിയേഷനെയാണ് എന്താ പറയുക, അല്ലെങ്കിൽ വൊളാറ്റിലിറ്റിനെയാണ് എന്ത് മാർക്കറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ വേരിയേഷൻസ് ഇൻ റിട്ടേൺ കോസ്ഡ് ബൈ ദ വൊളാറ്റിലിറ്റി ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് റെഫേർഡ് ടു ആസ് മാർക്കറ്റ് റിസ്ക്. അതാണ് എക്സ്പ്ലെയിൻ ചെയ്തവർ പറയുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. ദ വേരിയേഷൻസ് ഇൻ റിട്ടേൺ ഉണ്ടാകുന്ന വേരിയേഷൻ, അതായത് ഒരു ഇൻവെസ്റ്റർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വേരിയേഷൻ ഉണ്ടാവും. എന്ത് മൂലം? കോസ്ഡ് ബൈ, ഏത് കാരണം കൊണ്ട്? ദ വൊളാറ്റിലിറ്റി ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകുന്ന വൊളാറ്റിലിറ്റിക്ക് അനുസരിച്ച് റിട്ടേണിന് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ റിസ്കിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ആണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേരിയേഷൻസ് ഇൻ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ കോസ്ഡ് ബൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മൂലം, അതായത് ഇൻഫ്ലേഷൻ, മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് മൂലം ഇൻവെസ്റ്റേഴ്സിന് റിട്ടേണിന് വേരിയേഷൻ വരിക, കൂടാം കുറയാം, ഇങ്ങനെയുള്ള വേരിയേഷൻ സംഭവിച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് പർച്ചേസിംഗ് പവർ റിസ്ക്. The inflation results in lowering of the purchasing power of money. അപ്പോൾ ഇൻഫ്ലേഷൻ കൊണ്ട് ഉണ്ടാകുന്നത് എന്താണ്? അപ്പം ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ റിട്ടേൺ 10 രൂപയാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ 10 രൂപ കൊണ്ട് നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നത് ഒരു ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ 10 രൂപ കൊണ്ട് അതേ സാധനം നമുക്ക് വാങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിനെയാണ് എന്താ പറയുക, ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ റിസൾട്ട് ഇൻ ലോവറിങ് ഓഫ് ദ പർച്ചേസിങ് പവർ ഓഫ് മണി. ഒരാളുടെ പർച്ചേസിങ് പവർ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ റിട്ടേണിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതാണ് എന്ത്, ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് ഇൻഫ്ലേഷൻ കോസസ് എ വേരിയേഷൻ ഇൻ ദ പർച്ചേസിങ് പവർ ഓഫ് ദ റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ പർച്ചേസിങ് പവർ ഉണ്ടാവും. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിന് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ കൊണ്ട് ഉള്ള പർച്ചേസിങ് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ. ദിസ് ഈസ് നോൺ ആസ് പർച്ചേസിങ് പവർ റിസ്ക്. ഇങ്ങനെ ഉണ്ടാകുന്ന റിസ്കിനെയാണ് എന്താ പർച്ചേസിങ് പവർ റിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഈസ് യൂണിഫോംലി ഫെൽറ്റ് ഓൺ ഓൾ സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ആസ് സച്ച് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിസ്ക്. ഈ റിസ്ക് എന്ന് പറയുന്നത് എൻറ്റയർ സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ റിട്ടേണിൽ നിന്നുള്ള പർച്ചേസിങ് പവർ റിസ്ക് കുറയുന്നു. ഒബ്വിയസ്ലി എന്താണ്, അത് ഏതൊരു സെക്യൂരിറ്റിക്കും, ഏതൊരു കമ്പനിയുടെ, ഏതൊരു ഇൻഡസ്ട്രീൻ്റെ സെക്യൂരിറ്റിയിലും ഇത് എൻറ്റയർലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. So it's a systematic risk. Two important sources of inflation are, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, റൈസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുക, അതിങ്ങനെ വർദ്ധിച്ച് വരുന്നതിനനുസരിച്ച് ഒബ്വിയസ്ലി എന്താണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ആൻഡ് എക്സസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ റിലേഷൻ ടു ദെയർ സപ്ലൈക്ക് അപ്പുറത്തേക്ക് എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതും എന്താണ് ഇൻഫ്ലേഷന് കാരണമാകുന്നു. ഈ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷനും എന്തിനെ എഫക്റ്റ് ചെയ്യും? പർച്ചേസിങ് പവറിനെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ പർച്ചേസിങ് പവറിനെ എഫക്റ്റ് ചെയ്യും. സോ ദേ ആർ നോൺ ആസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നും ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷനാണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റത്തെ കോസ്റ്റ് കൂടുന്നു, രണ്ടാമത്തെ ഡിമാൻഡ് കൂടുന്നു. കോസ്റ്റ് കൂടുന്ന ഇൻഫ്ലേഷനെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നും രണ്ടാമത്തെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നും പറയുന്നു. ഇതാണ് 3 ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഒന്ന് മാർക്കറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഓക്കെ, താങ്ക് യു.